നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിപ്പോ എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം ആന്റി. മോള് മിടിക്കല്ലേ. ഇനി സ്മോൾ ലെറ്റർ കെ എഴുതിക്കേ. ഇനി സ്മോൾ ലെറ്റർ ഇസഡ് ഒന്ന് എഴുതിക്കേ. ആ, വെരി ഗുഡ്. ഇങ്ങനെ ഇരുന്നാ മതിയോ? സമയം എത്രയെന്ന വിചാരം? ഭക്ഷണം കഴിക്കണ്ടേ? ആഹാരം കഴിക്കാനുള്ള സമയമായോ? എനിക്ക് വിശക്കുന്ന ആന്റി. അവിടെ എല്ലാരും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് വിശപ്പില്ല. മോള് പോയി കഴിച്ചിട്ട് വാ. അത് പറ്റില്ല. ഇവിടെ വന്നിട്ട് പട്ടിണി ഇരിക്കാനോ? അങ്ങനൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. വാ ആന്റി, എന്റെ കൂടെ വാ, നമുക്ക് കഴിക്കാം. ആന്റി വന്നില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. എനിക്കും വിശപ്പില്ല. കണ്ടില്ലേ മോളുടെ സ്വഭാവം? ദേവിക കഴിച്ചില്ലെങ്കിൽ മോളും കഴിക്കില്ല. ജയശങ്കർ സാർ അവിടെ വെയിറ്റ് ചെയ്യ. സാറിന് ഷുഗറുള്ള? ശരി, ഞാൻ വരാം. മോള് വാ. ഇടട്ടെ? മതി. ആ വാ ഇരിക്കേ. നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം ചേട്ടാ. വിളമ്പി കൊടുക്ക്. ആ ഞാൻ വിളമ്പി കഴിച്ചോളാം. ഇങ്ങ് തന്നാ മതി. എനിക്ക് ദേവി ആന്റി വാരിത്തന്നാ മതി. എന്തിനാ നിർബന്ധം പിടിക്കുന്നത്? ആന്റിക്ക് കഴിക്കണ്ടേ? മോള് വാരി കഴിക്കും. വേണ്ട, എനിക്ക് ആന്റി തന്നെ വാരിത്തരണം. എന്താ മോളെ ഇത്? സാരില്ല സർ, ഞാൻ കൊടുത്തോളാം. പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ? ആന്റി വാരിത്തരുന്നതിന് നല്ല ടേസ്റ്റാ. ആണോ? ആ, വെള്ളം കുടിക്കേ. എന്താടി കാണിക്കുന്നേ? ആഹാരം കഴിക്കാനും സമ്മതിക്കില്ല. മര്യാദക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്കുന്നുണ്ടോ? കുട്ടികളാവുമ്പോ ആഹാരം കഴിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്നലെ അതൊന്ന് ക്ലീൻ ചെയ്തേ. എനിക്ക് മതി ആന്റി, വേറെ നിറഞ്ഞു. സാരില്ല, ഈ ഒരു ഉരുട മാത്രം കഴിച്ചാൽ മതി. വേണ്ട ആന്റി. അത് പറഞ്ഞ പറ്റില്ല. ദേ, ഇതുകൂടി കഴിച്ചില്ലെങ്കിൽ ആന്റി പിണങ്ങുവേ. ആന്റിയുടെ ചക്രവാവല്ലേ.
എന്നാ ഞാൻ ആ കഴിക്കാം. എനിക്ക് ഈ ഷോ ഓഫ് ഒന്ന് കണ്ടോണ്ടിരിക്കാൻ വയ്യ. നിന്റെ മനസ്സിലെ മോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാ ഇതൊക്കെ നിനക്ക് ഷോ ആയിട്ട് തോന്നുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ നിനക്ക് കുറച്ചുകൂടി സമയമെടുക്കും. എനിക്ക് നല്ല തിരിച്ചറിവുണ്ട്. എന്നെ അഡ്വൈസ് ചെയ്യാൻ ആരും വരണ്ട. എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എരിവും ഇല്ല, പുളിയും ഇല്ല. ഇത് മനുഷ്യർക്ക് കഴിക്കാനുള്ളതാണെന്ന് അറിഞ്ഞൂടെ? വായിൽ വെക്കാൻ കൊള്ളില്ല. നിന്നെ ഇവിടെ ശമ്പളം തന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നതേ മര്യാദയ്ക്ക് ജോലി ചെയ്യാനാ. മനസ്സിലായോ? കാഞ്ചനെ, ആ കറി കുറച്ചുകൂടി നീ ഒഴിച്ചേ. ആഹാ, എന്തൊരു ടേസ്റ്റായി കറിക്ക്. കഷ്ടായിപ്പോയി. എന്തിനാ ഏട്ടാ അവളെ ഇങ്ങനെ വിഷമിപ്പിച്ചത്? പാവം, ഇന്നിനി ഒന്നും കഴിക്കില്ല. ഒരു ദിവസം പട്ടിണി കിടന്നാലൊന്നും ആരും മരിച്ചു പോയൊന്നുമില്ല. എന്താ, അവളുടെ കൂടെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? അയ്യോ, എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല. ദേവികയോടുള്ള അനിഷ്ടമാണ് ഈ കാണിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതുകൊണ്ടൊന്നും അവൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇതെന്റെ തീരുമാനം. മോള് കഴിക്കും. അല്ല, മോനിത് എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേളൂ മുത്തശ്ശി. നീ ഇതുവരെ ഇവന് കുടിക്കാനൊന്നും കൊടുത്തില്ലേ നിത്യേ? ഇല്ല, ഇപ്പൊ കൊടുക്കാം. വീട്ടിലൊരാള് വന്നാൽ ആദ്യം കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? പോയി എന്തെങ്കിലും കൊണ്ടുപോവാ. ചെല്ലു. ഞാൻ മുത്തശ്ശിയെ സമ്മതിച്ചു. ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് അത്രയും പണം വാങ്ങിയില്ലേ, അതൊരു വലിയ കാര്യം തന്നെ. ഈ വീട്ടിൽ ഒരാള് പോലും ചിന്തിക്കാത്ത കാര്യം മുത്തശ്ശിയുടെ ഒറ്റ മിടുക്കൊണ്ട അത്രയും പണം കിട്ടിയത്. ഓ, അതിനിവിടെ എല്ലാവരും കൂടി എന്നെ തൂക്കിക്കൊന്നില്ല എന്നേ ഉള്ളൂ. മുത്തശ്ശിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? മുത്തശ്ശി എനിക്ക് എന്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ. അതുകൊണ്ട് മുത്തശ്ശിക്ക് ഞാൻ പറയുന്ന മനസ്സിലാവും. മോൻ കാര്യം എന്താന്ന് വെച്ചാ പറ. ഈ വീട്ടിലുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എത്രയോ നാളായി സുധി സാറിന്റെ കൂടെ ഞാനിവിടെ വരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇതെന്റെ സ്വന്തം വീടായിട്ടേ കരുതിയിട്ടുള്ളൂ. പക്ഷേ ഒരാള് മാത്രമേ എന്നെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ആര് പറഞ്ഞു? എല്ലാവർക്കും മോനെ അറിയാലോ. ഇല്ല മുത്തശ്ശി, ഏട്ടത്തി മാത്രം ഇനി എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഓ, അവളോ? അവളെന്തിനാടാ നിന്നെ മനസ്സിലാക്കുന്നത്? ഈ വീട്ടിൽ അവളേക്കാൾ കൂടുതൽ അധികാരവും അവകാശം ഉള്ളത് ഞങ്ങൾക്കാ. ഞങ്ങളെ മനസ്സിലാക്കിയാ പോരെ? അതല്ല മുത്തശ്ശി, ഏട്ടത്തിയുടെ കാഴ്ചപ്പാടില് ഞാനൊരു അന്യനാണ്. കാരണം ഏട്ടത്തി ഈ വീട്ടിലേക്ക് വന്നിട്ട് അധിക നാളായില്ല. ഓ, അതിലൊന്നും കാര്യമില്ലടാ. കാര്യങ്ങളൊക്കെ അവള് പതിയെ മനസ്സിലാക്കിക്കൊള്ളും. ഇന്ന് ബന്ധമില്ലാന്ന് കരുതി നാളെ ബന്ധം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ, അല്ലേ? എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ മുത്തശ്ശി എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. മോനെ, ഞാൻ നിത്യയുടെ മുത്തശ്ശിയാ. നിന്റെ മനസ്സ് എനിക്കറിയാം. മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടടാ. മോന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നടത്തിത്തരും. അല്ല, മോന്റെ വീട്ടിൽ യഥാർത്ഥത്തിൽ ആരൊക്കെയുണ്ട്? ഇതുവരെ ഞാൻ ആ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. എല്ലാവരും ഉണ്ട് മുത്തശ്ശി. അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്. ആ, എന്നാലേ ഇടയ്ക്ക് അവരോടൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. എല്ലാവർക്കും കണ്ടും കേട്ടും പരസ്പരം ഒന്ന് മനസ്സിലാക്കാവല്ലോ. പറയാം മുത്തശ്ശി. അധികം താമസിക്കാതെ ഞാൻ അവരെ എല്ലാം വിളിച്ചോണ്ട് വരികയും ചെയ്യും. പക്ഷേ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം മുത്തശ്ശി ഏട്ടത്തിയോടൊന്ന് പറയണം. ഞാൻ ഈ കുടുംബത്തിലൊരാളാണെന്ന് മുത്തശ്ശി ഏട്ടത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഓ, അതല്ല മുത്തശ്ശി, ഞാൻ ഈ വീട്ടിലേക്ക് നാളെ കയറി വരുമ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സന്തോഷത്തോടു കൂടി പെരുമാറുകയും ഒരാള് മാത്രം മുഖം കറുത്ത് പെരുമാറുകയും ചെയ്താൽ അതെനിക്ക് മാത്രമല്ല എന്റെ ബന്ധുക്കൾക്കും വിഷമാവും. ശരിയാ. അതുകൊണ്ടാ ഞാനിത് പറയുന്നത്.
മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം.